ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആൻസർ കീയാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്, ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ശരിയായ ഉത്തരം പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ബോക്സും ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്നാണ് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അങ്ങനെയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെക്ഷൻ എയുടെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് അധികം വായിക്കില്ല, ആൻസറിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, 3x + 5y = 18. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി, 1/2, അതായത് 1.5. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 ആണ്, സി എന്ന ഓപ്ഷൻ 4. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ, 1/4. ഫിഫ്ത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് ഈ 4, 5, 3 എന്നുള്ള സൈഡ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാത്തത്, ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയത്, 1 and 3 are true. സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ്, ബോത്ത് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 is the reason for statement 1. എയ്ത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 is true, സ്റ്റേറ്റ്മെൻറ്റ് 1 is false. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ബിയിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ പെരിമീറ്റർ 14 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പം നമുക്ക് 9th ആൻസർ നോക്കാം. ഇതാണ് 9th ആൻസർ വരിക. ഫോർ ഡ്രോയിങ് എ ലൈൻ ഓഫ് ലെങ്ത് 14 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇൻ ടു 3 ഈക്വൽ പാർട്സ് ഫോർ കംപ്ലീറ്റിംഗ് ദി ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇതുപോലെയാണ് ഫിഗർ വരിക. 14 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫിഗർ എല്ലാവരും നോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. നെക്സ്റ്റ് 10ാമത്തെ, സം ഓഫ് 2 numbers is 41 ആൻഡ് their difference is 15. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 41 ആണ്, ഡിഫറൻസ് 15 ആണ്. നമ്പേഴ്സ് ഏതാണെന്നാണ്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുക. അതിൻ്റെ സമ്മ് കാണുക. 41 + 15/2 ചെയ്യുക. അപ്പോൾ നമുക്ക് 56/2 കിട്ടും. അതിൻ്റെ ആൻസർ 28. ഇനി ഡിഫറൻസ് 41 - 15/2 ചെയ്യുക. അപ്പോൾ 26/2 കിട്ടും. അതിൻ്റെ ആൻസർ 13 ആണ് കേട്ടോ. അപ്പോൾ 9 ആയി, 10 ആയി. നെക്സ്റ്റ് നമുക്ക് 11th ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 11th 1, 2 എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. റൈറ്റ് 15 is the difference of 2 perfect squares. Draw a square of area 15 square centimeter. അങ്ങനെ 1, 2 പറഞ്ഞിട്ട് 2 എണ്ണമാണ് 11ൽ വരുന്നത്. 11ലെ ഫസ്റ്റ് ആൻസർ നോക്കാം. 11ൽ ഫസ്റ്റ് വരുന്നത് ഇതുപോലെയാണ്, 15 + 1/2 the whole square minus 15 - 1/2 the whole square. അപ്പോൾ എന്ത് വരും? 16/2 the whole square minus 14/2 the whole square. That is equal to 8² - 7² എന്നാണ് നമ്മുടെ ആൻസർ വരിക. അതിൻ്റെ രണ്ടാമത്തെ ഫിഗർ വരയ്ക്കാനാണ് 8ഉം 7ഉം അല്ലേ വന്നത്. അപ്പോൾ 8ഉം 7ഉം വെച്ചിട്ട് വേണം നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ. ഫിഗർ ഇങ്ങനെയാണ് വരിക കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് വരയ്ക്കുക. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12 നമുക്ക് എ ബിന്ന് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 12A-യും 12B-യും. നിങ്ങൾക്ക് ഓർ ഓപ്ഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് 2 ആൻസറും ഇവിടെ പറയുന്നതായിരിക്കും. ആദ്യം 12A-യുടെ ആൻസർ നോക്കാം. 12A കേട്ടോ. 12A ആണ്. ദ പ്രൈസ് ഓഫ് 2 umbrellas തന്നിട്ടുണ്ട്. 1850 - 1150. അപ്പോൾ നമുക്ക് 700 കിട്ടും, 700 കിട്ടും. പ്രൈസ് ഓഫ് എൻ അംബർല, ഒരു അംബർലയുടെ പ്രൈസ് കാണാൻ 700/2 ചെയ്യുക. അപ്പോൾ 350 രൂപ എന്ന് കിട്ടും. പ്രൈസ് ഓഫ് 2 bags 1150 - 350 ചെയ്യുക. അപ്പോൾ 800 rupees ആണ്. ഒരു ബാഗിൻ്റെ വില 800/2 400 രൂപയാണ്. ഓക്കെ, ഇനി 12B-യിൽ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്. വലിയ നമ്പർ എന്ന് പറയുന്നത് 6 times the smaller one ആണ്. സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗിവ്സ് 20 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇതാണ് ഹിൻഡ്. അപ്പോൾ 12B-യുടെ ആൻസർ നോക്കാം. 5 times the number 20 എന്ന് അവർ തന്നിട്ടുണ്ട്. സ്മോളർ നമ്പർ നമ്മൾ കാണണം. 20 / 5 ചെയ്യുക. 4 കിട്ടും നമുക്ക് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് 4 ഇവിടെ കിട്ടിയല്ലോ. 6 × 4 ചെയ്യുക, 24 ആൻസർ വരും കേട്ടോ.
12A ആയി, 12B ആയി. ഇവിടെ ഓറുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. 12A 12B കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 13 ആൽജിബ്രിക് ഫോം ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 3 ഈസ് 10x + 3. ഇതാണ് നമ്മുടെ ഹിന്റ്. അതിൽ 1, 2 എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. 13 1ഉം 13 2ഉം. അപ്പോൾ 13 1ന്റെ ആൻസർ നമുക്ക് നോക്കാം. 10x + 6 ആണ് 13 1ന്റെ ആൻസർ. 13 2. ടേക്ക് ദ നമ്പേഴ്സ് as 10x + 6 and 10y + 6. then 10x + 6 into 10y + 6 ചെയ്യുക. ഇതുപോലെ വരും. അപ്പോൾ 10x into 10y + 6 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 10x + 10y ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് 6 into 6. അപ്പം നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 100 into 100 ചെയ്യുമ്പോൾ 10 into 10 ചെയ്യുമ്പോൾ 100xy + 60x + 60y + 36 വരും. അഗൈൻ നമ്മളിതൊന്നും കൂടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 36നെ 30 + 6 ആയിട്ട് എഴുതി. വൺസ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 6 to the multiples of 10 is 6. നമുക്ക് ഇങ്ങനെ വരും. 100xy + 60x + 60y + 30 + 6 that is equal to 10 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 10xy + 6x + 6y + 3 + 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അടുത്തത് 13 1ഉം 2ഉം കഴിഞ്ഞു. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ A B എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഞാനിവിടെ 2 ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. 14A തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് 1 2 എന്ന് പറഞ്ഞ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നോക്കാം. 14A ഫസ്റ്റ് ക്വസ്റ്റ്യൻ x + 2 y + 2 ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ എക്സും വൈ ഇൻറ്റു ആണ് കേട്ടോ. xy + 2 ഇൻറ്റു x + y + 2 ഇൻറ്റു 2. ഇനി 14A രണ്ടാമത്തെ ആൻസർ ആണ്. ടേക്ക് ദ ഈവൺ നമ്പേഴ്സ് as x and y then x + y = 26, xy = 144, x + 2 ഇൻറ്റു y + 2 = xy + 2 ഇൻറ്റു x + y + 2 ഇൻറ്റു 2. അപ്പോൾ എന്ത് വരും? xyയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. 144 + 2 into 26 + 4 that is equal to 200. ഓക്കെ, 14A രണ്ടാമതിൻ്റെ ആൻസർ 200 ആണ് കേട്ടോ. ഇനി 14B വരുന്നുണ്ട് നമുക്ക്. 14Bയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് x + y ഉണ്ട്, പെരിമീറ്റർ ഓഫ് ദി ഫസ്റ്റ് റെക്ടാങ്കിളും ഉണ്ട്. അപ്പോൾ 14Bയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 14B അതിൽ ആദ്യ ക്വസ്റ്റ്യൻ ആദ്യം അവർ തന്നിരിക്കുന്നത് എടുത്തെഴുതുക. ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ x മീറ്റർ തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ x എന്ന് കൊടുക്കുക. ബ്രെഡ്ത്ത് y അതും തന്നിട്ടില്ല, y എന്ന് കൊടുത്തു. xy പക്ഷെ തന്നിട്ടുണ്ട് 96. ഇത് വെച്ച് 14Bയുടെ ആദ്യ ആൻസർ x + y into y + 1 = 117. xy പ്ലസ് ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് കേട്ടോ xy എന്നൊക്കെ വരുന്നത്. xy പ്ലസ് x + y + 1 into 1 = 117. xyയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അത് ഇവിടെ പുട്ട് ചെയ്ത് കൊടുക്കുക. 96 + x + y + 1 = 117. then 96ഉം 1ഉം 97 ആയി മാറും. x + yനെ ഇപ്പുറത്ത് കൊണ്ടുപോവുക. x + y = 117 - 97 that is equal to 20. അപ്പോൾ 14Bയുടെ ആദ്യത്തിൻ്റെ ആൻസർ 20. രണ്ടാമത്തിൻ്റെ ആൻസർ പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ 2x + 2y ചെയ്യുക. x + y നമുക്കറിയാം. സോ 2 into 20 40 meters ആണ് ആൻസർ വരിക. 14 കഴിഞ്ഞപ്പോൾ നമ്മുടെ സെക്ഷൻ ബിയും കഴിഞ്ഞു. ഇനി നമുക്ക് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കാണ് ഓരോന്നിനും, അറിയാലോ. അപ്പോൾ 15A B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 15A 15B നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും. ഞാനിവിടെ 2ൻ്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ 15Aയിൽ തന്നെ നമുക്ക് 1 2 3 3 ചെയ്യാനുണ്ട്. 15Bയിലും 3 ചെയ്യാനുണ്ട്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15A കണ്ടല്ലോ. ഫസ്റ്റിൻ്റെ ആൻസർ AC = √1² + 1² വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു √2 meters. രണ്ടാമത്തെ ആൻസർ BD = √2² - 1² ദാറ്റ് ഇസ് ഈക്വൽ ടു √3 meters. തേർഡിൻ്റെ ആൻസർ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ABC എങ്ങനെ കണ്ടുപിടിക്കും? ഫിഗർ അവർ തന്നിട്ടുണ്ട്. 2 + √2 + √3 + 1 2 + 1 3 ആവും. 3 + √2 + √3. √2ൻ്റെ വാല്യൂ ആണ് 1.41. √3യുടെ വാല്യൂ ആണ് 1.73. വാല്യൂ പുട്ട് ചെയ്യുക. 3 + 1.41 + 1.73 കൂട്ടുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6.14 meters കിട്ടും. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 614 സെൻറ്റിമീറ്ററിന് ആൻസർ കിട്ടും കേട്ടോ.
ഓക്കെ, മീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ അറിയാലോ അല്ലേ നിങ്ങൾക്ക്? ഇൻറ്റു 100 ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് 15B ആണ് വരുന്നത്. 15Bയിൽ ഫസ്റ്റത്തെ ആൻസർ ഏരിയ ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 വരും. ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു √5 എന്ന് ആൻസർ വരും. രണ്ടാമത്തെ 15Bയുടെ സെക്കൻഡ് ആൻസർ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു 4√5 സെൻറ്റിമീറ്റർ. Third, difference of the perimeters 4√5 minus 3 plus 2 plus √5. അപ്പോൾ എന്ത് വരും? 3√5 minus 5 സെൻറ്റിമീറ്റർ എന്ന് വരും. അതിൻ്റെ ഫിഗർ ഇതാണ് കേട്ടോ. ഈ ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെയാണ് ഫിഗർ വരിക. ഇതാണ് ഫിഗർ കേട്ടോ. ഇനി നമുക്ക് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, എന്താണ് 16 എന്നുള്ളത്. ഇത് കാലണ്ടറിലുള്ള ഇൻ എനി മന്ത് ഓഫ് എ കാലണ്ടർ മാർക്ക് 4 അഡ്ജസൻറ്റ് നമ്പേഴ്സ് വിച്ച് ഫോംസ് എ സ്ക്വയർ ആണ്. നമുക്ക് ഏത് 4 നമ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു കാലണ്ടറിൽ വരുന്ന 4 അടുത്തടുത്തുള്ള 4 നമ്പറുകൾ എടുത്തതിന് ശേഷം ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സും അത് ആൽജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ്. 16ൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. 16 1ഉം 2ഉം. 16ൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതാ 1 2 8 9 കൊണ്ട് 4 നമ്പറുകൾ എടുത്തു. ആദ്യത്തിൻ്റെ ആൻസർ AC ഈക്വൽ ടു 2 × 8 minus 1 × 9. ഇതിങ്ങനെ ഡയഗണലായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. 16 - 9 വരും, 7 ആൻസർ വരിക. ഇനി അത് ആൽജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഉപയോഗിച്ചിട്ട് കേട്ടോ. രണ്ടാമത്തേൻ്റെ ആൻസർ എക്സ്, x+1 x+7 x+8. അപ്പോൾ നമ്മൾ x × x+8 ഈക്വൽ ടു x² + 8x. x+1 × x+7 ഈക്വൽ ടു x² + x × 7 + 1 + 1 × 7 x² + 8x + 7 എന്ന് വരും. ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സും എന്ത് തന്നെ ആയിരിക്കും? 7 തന്നെയായിരിക്കും ആൻസർ വരിക കേട്ടോ. 16 കഴിഞ്ഞു. നമുക്ക് 17ാമത്തെ ആണ് അടുത്ത് വരുന്നത്. 17 എന്താ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 17 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓഫ് 2 numbers 13 added to a number gives equal to twice the second number. 7 added to the second number gives twice the first number. What are the numbers? അപ്പോൾ 17 നമ്പേഴ്സ് കാണണം നമ്മൾ. നമുക്ക് നോക്കാം. 17 ടേക്ക് ദ നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് തന്നിട്ടില്ല, അപ്പോൾ ആ നമ്പേഴ്സിനെ എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുക്കുക. x + 13 = 2y ഫസ്റ്റ് ഇക്വേഷൻ, y + 7 = 2x സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1ൽ നിന്ന് നമ്മൾ എന്ത് കാണുന്നു? എക്സിനെ പുറത്തിടുന്നു, ഈ 13 പുറത്ത് കൊണ്ടുവരും. അപ്പോൾ 2y - 13 എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. പുട്ടിങ് x = 2y - 13. എന്നിട്ട് ഈ എക്സിൻ്റെ വാല്യൂ ആയിട്ട് ഇപ്പോൾ ആരാ കിടക്കുന്നത്? 2y - 13. ഇതിനെ കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 2ൽ പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ y + 7 = 2 × 2y - 13 എന്നാവും. y + 7 = 4y - 26. ദെൻ 3y, ഈ വൈയും വൈയും ഒരുമിച്ച് വരുമ്പോൾ മൈനസ് ആവും. 3y = 33 ആവും. ദെൻ വൈനെ പുറത്തിടുക, 3നെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക, അപ്പോൾ ഡിവിഷൻ ആവും. 33/3 11 ആൻസർ വരും കേട്ടോ. x = 2 × 11 - 13 ആൻസർ 9 വരും. സോ നമ്പേഴ്സ് ആർ 11 9. ഇനി നമുക്ക് വരുന്നത് 18 ആണ്. 18ാമത്തത് എന്ന് പറയുന്നതിലും നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 18ന് 1 2 3 ഉണ്ട്. ഫിഗർ അവർ തന്നിട്ടുണ്ട്, നമുക്ക് ആൻസർ നോക്കാം. 18ാമത്തതിൻ്റെ ഫിഗർ ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് ഫിഗർ ചെയ്യേണ്ടത്. സൈഡ് 9ഉം 6ഉം കൊടുക്കുക, ADയുടെ അവിടെ 3 കൊടുക്കുക, പേര് കൊടുക്കുക കറക്റ്റായിട്ട്. 18 1 AD = AB 3:9 ദാറ്റ് ഇസ് ഈക്വൽ ടു, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3:9 1:3 ആവും. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദി സൈഡ്സ് കട്ട്സ് ദി അതർ 2 sides in the same ratio. ഇത് ആദ്യത്തേൻ്റെ ആൻസർ ആണ്. 18 2 AE = AC ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 1:3 വരും. തേർഡിൻ്റെ ആൻസർ AE = 1/3 × 6 that is equal to 2 cm. EC = 6 - 2 that is equal to 4 cm. ഇനി നമുക്ക് 19ാമത്തതിൻ്റെ ആൻസർ ആണ്. നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 19 19B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരിക്കും. ഞാനിവിടെ 2ൻ്റെ ആൻസറും പറയുന്നുണ്ട്. 19A 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ A ആൻസർ ആദ്യം നോക്കാം, ദെൻ B ആൻസർ കേട്ടോ. 19A
19A, take the numbers as x and y, then 2x plus 3y equal to 52, the first equation. 6x plus 5y equal to 108, the second equation. ഇനി ഫസ്റ്റ് ഇക്വേഷന് 3 വെച്ച് ഇൻഡ്യൂ ചെയ്യുക. അപ്പോൾ 6x plus 9y എന്ന് വരും. ഈ ഭാഗം ഇൻഡ്യൂ ചെയ്യണം 52നെയും, അപ്പോൾ 156 എന്ന് വരും ആ തേർഡ് ഇക്വേഷൻ. സബ്ട്രാക്ടിങ് ഇക്വേഷൻ 2 from equation 3 we get 4y equal to 156 minus 108, that is equal to 48. 4y equal to 48 വരും, y equal to 48/4, that is equal to 12 വരും. ഓക്കെ, ഇനി നമുക്ക് ഈ വൈയുടെ വാല്യൂ കിട്ടിയാൽ നമ്മളത് ഇക്വേഷൻ 1 പുട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ 1 വൈയുടെ പ്ലേസിൽ ആ വാല്യൂ പുട്ട് ചെയ്യുക. പുട്ടിങ് y equal to 12 in equation 1, we get 2x plus 3 into 12 equal to 52. 2x equal to 52 minus 36 equal to 16 വരും. x is equal to 16/2, that is equal to 8 എന്ന് വരും. The numbers are 8, 12. ഓക്കെ, 19A. ഇനി നിങ്ങളുടെ ഓറിൻ്റെ ആൻസർ പറഞ്ഞു തരാം. 19B. 19Bയിൽ അവരൊരു ഫ്രാക്ഷൻ തരികയാണ്, x/y എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാക്ഷൻ. x plus 1/y equal to 1/5 എന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. y into 1 y, 5 into x plus 1. ഓക്കെ, y equal to 5 into x plus 1. y equal to then ഇതുപോലെ ഉള്ളിലേക്കിട്ട് ഇൻഡു ചെയ്യുക. y equal to 5x plus 5, that first equation. x/y plus 1 equal to 1/6 എന്ന് പുട്ട് ചെയ്യുക. സെയിം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. y plus 1 equal to 6x എന്ന് വരും. പുട്ടിങ് y equal to, അപ്പോൾ വൈയുടെ വാല്യൂ 5x plus 5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് പുട്ട് ചെയ്യുകയാണ് നമ്മൾ ഇക്വേഷൻ 2. വി ഗെറ്റ് 5x plus 5 plus 1 equal to 6x. ഓക്കെ, 5 plus 1 6 ആകും. ദെൻ എന്ത് വരും? x is equal to 6 എന്ന ആൻസർ വരും. y equal to 5 into 6 plus 5 equal to 35 എന്ന് വരും. സോ നമ്മുടെ ഫ്രാക്ഷൻ ആൻസർ 6/35 ആണ് വരിക. x/y എന്താ ചോദിച്ചാൽ 6/35 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ 19 ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൾ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD are equal and its two corners are joined to the midpoints of sides ABCD. അപ്പോൾ 20ൽ നമുക്ക് A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. 20A 20B ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ മതിയാവും. അതിൽ 20Aയിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് ആദ്യം 20A നോക്കാം, ദെൻ 20B കേട്ടോ. 20A, ABCD ഈസ് എ റോംബസ് ആണ്. അവിടെ AB, BC, CD, DA എല്ലാം ഈക്വൽ ആണ് കേട്ടോ. അതിൽ തന്നെ ഫസ്റ്റ് ആൻസർ AECF ഇസ് എ പാരലോഗ്രാം. AB ആൻഡ് DC ആർ പാരലൽ. AE equal to BE equal to CF equal to DF. So AF and EC are parallel. Parallelogram is a quadrilateral with one pair of equal and parallel sides. Okay, 20A ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 20A സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ലൈൻസ് AF and EC cut the diagonal BD at P and Q. PQ equal to BQ. In triangle ABP, AE equal to BE, AP and EQ are parallel. In any triangle, the line parallel to a side through the midpoint of another side meets the third side also at its midpoint. DP equal to PQ എന്ന് വരും. DP equal to PQ equal to BQ. ഇത് കേട്ടോ, DP PQ BQ. ഇതാണ് ഫിഗർ വരിക. ഇങ്ങനെയാണ് പ്രൂഫ് എഴുതേണ്ടത് കേട്ടോ. 20A 1ഉം 2ഉം നമ്മുടെ കഴിഞ്ഞു. ഇനി 20B, ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഇത് ഓറാണ്. അപ്പോൾ 20Bയിലും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20Bയുടെ ഫസ്റ്റ് ആൻസർ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ AXZ equal to 3 square centimeter ആണ്. അവിടെ ഈക്വൽ ആയതൊക്കെ എടുത്തെഴുതുക. AX equal to PX equal to YZ, AZ equal to RZ equal to XY, PY equal to RY equal to XZ. In any triangle, the length of the line joining the midpoints of two sides is half the length of the third side. AXZ, XYZ, PXY and RYZ are equal triangles. ഇതുപോലെയാണ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ABC എന്ന് കൊടുക്കുക. പിന്നെ അതിനകത്തൊരു ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കണം. P എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, PQR എന്ന് കൊടുക്കുക. ദെൻ അതിന് ശേഷം XYZ എന്ന് വേറൊരു ട്രയാങ്കിൾ വരും കേട്ടോ. ഇനി 20Bയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏരിയ ഓഫ് ട്രയാങ്കിൾ APR equal to 4 into 3 12 square centimeter. ഏരിയ ഓഫ് ദ പാരലോഗ്രാം APQR equal to 2 into 12 equal to 24 square centimeter. APR and PQR equal triangles. Okay.
ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു 4 ഇൻറ്റു 12 48. അടുത്ത തേർഡിൻ്റെ ആൻസർ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു 4 ഇൻറ്റു 12 48 സ്ക്വയർ സെൻറ്റിമീറ്റർ. എ പി ആർ, പി ക്യു ആർ, ബി പി ക്യു ആൻഡ് സി ക്യു ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത്. ഇനി സെക്ഷൻ ഡിയിൽ നമുക്ക് 21, 22 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം 21 നോക്കാം. 22 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. 21 ഫോർ ഡ്രോയിങ് എ ലൈൻ ഓഫ് ലെങ്ത് 8.5 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 4:3 ഫോർ കംപ്ലീറ്റിംഗ് ദ റെക്ടാങ്കിൾ. അപ്പോൾ ഇതുപോലെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്. 4ഉം 3ഉം റേഷ്യോയിൽ കൊടുക്കുക, 8.5 ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ. 22 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 22ൻ്റെ ആദ്യത്തെ ആൻസർ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ സ്മോളസ്റ്റ് റൈറ്റ് ആംഗിൾ √2 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ആൻസർ പെരിമീറ്റർ ഓഫ് ദി ഫോർത്ത് ട്രയാങ്കിൾ 2 + 1 + √5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + √5. തേർഡിൻ്റെ ആൻസർ പെരിമീറ്റർ ഓഫ് ദി ഫിഫ്ത്ത് ട്രയാങ്കിൾ √5 + 1 + √6 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ ഓഫ് ദി സിക്സ്ത് ട്രയാങ്കിൾ √6 + 1 + √7 സെൻറ്റിമീറ്റർ. ഡിഫറൻസ് ഓഫ് ദ പെരിമീറ്റേഴ്സ് √7 - √5 സെൻറ്റിമീറ്റർ. ഫിഗർ ഇതുപോലെ വരയ്ക്കുക കേട്ടോ. 1, √2, √3, √4, √5. ഓക്കെ, ഇനി നമുക്ക് 23, 24, 25, 26 അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 23 നോക്കാം. 23യുടെ ആൻസർ വരുന്നത് ഏജ് ഓഫ് സണ്ണും ഏജ് ഓഫ് ഫാദറും തന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഏജ് ഓഫ് സൺ X-2 ആയിരിക്കും. അച്ഛൻ്റെ വയസ്സും Y-2. ഇപ്പോഴത്തെ വയസ്സ് എക്സും വൈയും കൊടുക്കുക. 2 വർഷം കഴിയുമ്പോൾ X+2, Y+2. അപ്പം നോക്കാം. Y-2 ഈക്വൽ ടു 6 ഇൻറ്റു X-2. Y-2 ഈക്വൽ ടു 6x - 12. ഈ 12 ഇത് ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ടാണ് കേട്ടോ. 6 × 2 12 ആണ്. Y ഈക്വൽ ടു 6 - 10 വരും. ഇനി അടുത്തത് അച്ഛൻ്റെ വയസ്സ് നോക്കാം. Y+2 ഈക്വൽ ടു 4x+2. Y+2 ഈക്വൽ ടു 4x + 8 വരും. Y ഈക്വൽ ടു 4 + 6 വരും. ഫ്രം ഇക്വേഷൻ 1 and 2 we get 6x - 10 ഈക്വൽ ടു 4x + 6. 2x ഈക്വൽ ടു 16, x is equal to 16/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 വരും. വി ഗെറ്റ് അതിന് ശേഷം നമുക്ക് എക്സ് കിട്ടിയ y കാണണം. വി ഗെറ്റ് y ഈക്വൽ ടു ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. 6 × 8 - 10 ചെയ്യുക. അപ്പോൾ 6 × 8 48 വരും. 48 - 10 38 വരും. പ്രസൻറ്റ് ഏജ് ഓഫ് സൺ 8ഉം പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ 38ഉം. ഇതാണ് ആക്ച്വലി ആൻസർ. പക്ഷെ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യണം നമ്മൾ. 23 ആയി. ഇനി 24ൻ്റെ ആൻസറിലേക്ക് പോവുകയാണ്. 24ൽ നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 24 ടേക്ക് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആസ് x മീറ്റർ. റെക്ടാങ്കിളിലെ ലെങ്ത് x എന്ന് എടുക്കുക, ബ്രെഡ്ത്ത് y എന്ന് എടുക്കുക. x+1 അപ്പോൾ റെക്ടാങ്കിൾ ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ. അപ്പോൾ നമ്മൾ എഴുതുകയാണ് x+1 × y+1 ഈക്വൽ ടു 336. ദെൻ ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുക. xy + x + y + 1 × 1 ഈക്വൽ ടു 336. xy + x + y ഈക്വൽ ടു 335. അത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി x - 1 × y - 1 226. xy - x + y + 1 × 1 226. xy - x + y ഈക്വൽ ടു 225. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇക്വേഷൻ ആഡ് ചെയ്യാണ് നമ്മൾ. xy + x + y + xy - x + y ചെയ്യുമ്പോൾ 335ൽ നിന്ന് 225 മൈനസ് ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പോൾ 2xy ഈക്വൽ ടു 560 എന്ന് കിട്ടും. xy ഈക്വൽ ടു 560/2 280 280 ആൻസർ കിട്ടും. 24 കഴിഞ്ഞ് 24 എ ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ദ ഒറിജിനൽ ട്രയാങ്കിൾ XY ഈക്വൽ ടു എന്തെന്ന് വരും 280 സ്ക്വയർ മീറ്റേഴ്സ്. അത് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. ഇനി രണ്ടാമത്തേൻ്റെ ആൻസർ 24ലെ സെക്കൻഡ് ആൻസർ പുട്ടിങ് XY ഈക്വൽ ടു 280 ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ് 280 + x + y ഈക്വൽ ടു 335. x + y ഈക്വൽ ടു 335 - 280 ദാറ്റ് ഇസ് ഈക്വൽ ടു 55. പെരിമീറ്റർ ഓഫ് ദി ഒറിജിനൽ ട്രയാങ്കിൾ 2x + 2y ഈക്വൽ ടു 2 × 55 എന്ന് വരും. അപ്പോൾ 110 വരിക കേട്ടോ. 110 മീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് 25 ആണ്. 25ൽ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. 25ൽ എയിൽ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആദ്യം നോക്കാം. 25A AC and DE are parallel. Angle A ഈക്വൽ ടു ആംഗിൾ D ഈക്വൽ ടു 90 ഡിഗ്രി. ഫസ്റ്റ് ആൻസർ AD ഈക്വൽ ടു BD. ED ഈസ് ഹാഫ് ഓഫ് CA. ഫിഗർ ഇതുപോലെ വരയ്ക്കുക കേട്ടോ. രണ്ടാമത്തേൻ്റെ ആൻസർ CE ഈക്വൽ ടു BE. E ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. Third answer join AE. AE equal to BE. AD equal to BD. Angle ADE equal to angle BDE. ED is the common side. ADE and BDE are equal triangles. AE equal to BE equal to CE. That is the circumference of right triangle is the midpoint of the hypotenuse.
25A കഴിഞ്ഞു. ഇനി 25B ആണ്. 25Bയിലും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 25Bയിലെ ആദ്യത്തെ ആൻസർ AG ഈസ് ടു GQ റേഷ്യോയിൽ എഴുതുക. അപ്പോൾ 2:1 കിട്ടും. G ഈസ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. സെക്കൻഡ് ആൻസർ PQ ഈക്വൽ ടു AB/2 വരും. അപ്പോൾ AB പറയുന്നത് 24 ആണ്. 24/2 12. SR ഈക്വൽ ടു AB/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 24/2 12 വരും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ABG എടുത്തു കഴിഞ്ഞാൽ അതാണ് ABG. ഇതെടുത്താൽ AS ഈക്വൽ ടു GS, BR ഈക്വൽ ടു GR എന്ന് വരും. ഇനി അടുത്തത് 25Bയുടെ മൂന്നാമത്തെ ആൻസർ PQ ആൻഡ് AB ആർ പാരലൽ, SR ആൻഡ് AB ആർ പാരലൽ. ഇൻ ട്രയാങ്കിൾ ABG AS ഈക്വൽ ടു GS, BR ഈക്വൽ ടു GR. സോ PQ ആൻഡ് SR are parallel, therefore PQRS is a parallelogram. അപ്പോൾ PQ equal to SR ആണ്. PQ and SR അതുകൊണ്ട് പാരലൽ ആയിരിക്കും. ഇനി നമുക്ക് 26ലും ഇതുപോലെ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും വരുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഞാനിവിടെ 2 ആൻസറും തരുന്നുണ്ട്. 26A നമുക്ക് 2 ക്വസ്റ്റ്യൻ. അതിൽ 26A ആദ്യത്തെ ടേക്ക് ദ ലാർജർ നമ്പർ as X ആൻഡ് സ്മോളർ നമ്പർ as Y. വലുതിന് X എന്നും ചെറുതിന് Y എന്നും കൊടുക്കുക. X plus 1 into Y minus 2 equal to 112. X into Y minus 1 plus 1 into Y minus 1 equal to 112. XY minus X plus Y minus 1 equal to 112. XY minus X plus Y equal to 113 ആവും equation 1. Then അടുത്തത് X minus 1 into Y plus 1 equal to 120 എന്ന് എഴുതുക. Y into X minus 1 plus 1 into X minus 1 equal to 120. XY minus Y plus X minus 1 equal to 120. XY minus Y plus X equal to 121 is the second equation. ഇനി ഈ 2 ഇക്വേഷനും ആഡ് ചെയ്യണം. അതാണ് ഈ സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പം നമുക്ക് 113ഉം 121ഉം ആഡ് ചെയ്യാം. 2XY equal to 234 വരും. അത്രയാണ് അവിടെ വന്ന് നിൽക്കുക. നമുക്ക് ഈ അടുത്തത് കാണേണ്ടത് അതിൽ 26 ആദ്യത്തെ ക്വസ്റ്റ്യൻ XY equal to 234/2 117 ആൻസർ വരും. പുട്ടിങ് XY equal to 117 in equation 1, 117 minus X plus Y equal to 113 ആൻസർ വരും. രണ്ടാമത്തെ ആൻസർ X minus Y കാണാനാണ്. 117 minus 113 കാണുക. 4 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. 26A കഴിഞ്ഞാൽ 26Bയിലും ഇതുപോലെ നമുക്ക് ലാർജ് നമ്പർ X ആയിട്ടും സ്മോൾ നമ്പർ Y ആയിട്ടും എടുക്കുക. അതിലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റിൻ്റെ ആൻസർ XY equal to X plus 1 into Y minus 1 plus 4. XY equal to X into Y minus 1 plus 1 into Y minus 1 plus 4. XY equal to XY minus X plus 1 minus 1 plus 4. XY equal to XY minus X plus Y plus 3. X minus Y equal to 3 എന്ന് വരും. ഇനി 26Bയിൽ രണ്ടാമത്തെ ആൻസർ X minus 1 into Y plus 1 equal to Y into X minus 1 plus 1 into X minus 1. XY minus Y plus X minus 1 that is equal to XY plus ഈ 3 minus 1 വരും. XY plus 2. 3 minus 1 2 ആവും. The product is increased by 2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസേഴ്സ് വരിക ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ്സുകൾ. കുറച്ച് ലോങ് ആയി. ആൻസർ മാത്രമാണ് വായിച്ചു പോയിരിക്കുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. അതാരും വന്ന് കമൻറ്റ് ചെയ്യരുത് മനസ്സിലായില്ല, എക്സ്പ്ലനേഷൻ തന്നില്ല. ഇത് നിങ്ങൾക്ക് എന്താണ് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തരുന്നതാണ്. ആൻസർ കീ മാത്രം അതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.